പ്രസാദ് ഇപ്പോൾ ഘടകകക്ഷികളുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പി.ജെ. ജോസഫ് 2 മന്ത്രിസ്ഥാനം എന്ന് മുന്നോട്ട് വെക്കുന്നു. പക്ഷേ കൊടുക്കാൻ സാധ്യത ഒരു മന്ത്രിസ്ഥാനമായിരിക്കും എന്നുള്ള സൂചനകളാണല്ലോ ഉള്ളത്. ഒന്ന് ചീഫ് വിപ്പ് സ്ഥാനമായിരിക്കുമെന്നും കേട്ടിരുന്നു. പക്ഷേ ചീഫ് വിപ്പ് സ്ഥാനം തന്നെ വേണമോ, ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായ ആ സ്ഥാനം തന്നെ ഒഴിവാക്കണോ എന്ന ആലോചനയും കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനം അത് കോൺഗ്രസ് ആലോചിക്കുന്നുമുണ്ട്. കാരണം ഈ 10 വർഷം നീണ്ട 10 വർഷം മുന്നണിയിൽ മാറാതെ ഉറച്ചു നിന്നവർക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്നൊരു ആലോചന കൂടിയാണല്ലോ പ്രസാദ്. അത് തന്നെയാണ് സ്മൃതി പറഞ്ഞതുപോലെ എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉറപ്പിക്കുക എന്ന രീതി തന്നെയാണ് പ്രധാനമായും കോൺഗ്രസ് കാണുന്നത് എന്നതാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം സ്മൃതി പറഞ്ഞതാണ് അതിലെ പോയിന്റ്. കഴിഞ്ഞ 10 വർഷം ഭരണമില്ലാതിരുന്നിട്ടും UDFൽ ഉറച്ചു നിന്ന ആളുകളുണ്ട്. അവരെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്മൃതി ചില ഘടകകക്ഷികൾക്കെങ്കിലും, അതായത് ഒറ്റ MLA-മാർക്കെങ്കിലും 2.5 വർഷം എന്ന നിലയിൽ ഒരു MLA-മാർ ഉള്ളവർക്ക് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് പ്രധാനമായും ഒരു ചർച്ച. അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഇന്നുണ്ടാകും എന്നാണ് കരുതുന്നത്. പ്രധാനപ്പെട്ട ഘടകകക്ഷികളിലെ നേതാക്കന്മാരെല്ലാം ഇവിടേക്ക് വരികയാണ്, കണ്ടോൺമെൻറ് ഹൗസിലേക്ക് വരികയാണ്. അല്പസമയം മുമ്പ് നമ്മൾ കണ്ടു P.J. ജോസഫും അതുപോലെ മോൻസ് ജോസഫും എത്തി. 2 മന്ത്രിസ്ഥാനം തന്നെ വേണം എന്നൊരു അഭിപ്രായം അവർ പങ്കുവയ്ക്കുമ്പോഴും ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാലും പ്രശ്നം തർക്കം തീർക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുക. ഒരു തർക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് പല ഘടകകക്ഷികളുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു ഒരു തർക്കത്തിലേക്ക് പോവില്ല. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 10 വർഷം എന്നുള്ളത് ഒരു വലിയ കാത്തിരിപ്പായിരുന്നു. അതിനുശേഷം കിട്ടിയ ഒരു ഭരണം, ആ ഭരണത്തിൽ തങ്ങളുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി ഒരു വലിയ വാശി ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ളതാണ്. എന്തായാലും നല്ല ഭരണം കാഴ്ചവെക്കണം എന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാനായിരിക്കും എല്ലാ ഘടകകക്ഷികളും ശ്രമിക്കുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇത്രയും ദിവസമായിട്ടും ഇപ്പോൾ ഇത് ഏതാണ്ട് ഇന്നും നാളെയുമായി ഫൈനലാകും. അങ്ങനെ ഫൈനലാകുന്ന സമയത്ത് പോലും ഒരു വലിയ പൊട്ടിത്തെറി ഏതെങ്കിലും ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് വന്നു എന്ന് ഇത്തവണ പറയാനും കഴിയില്ല. മുഖ്യമന്ത്രി ആ പദത്തെ ചൊല്ലിയുള്ള തർക്കമാണ് നീണ്ടുപോയത്. അതിനുശേഷം ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലേക്ക് വരുമ്പോൾ അത് വളരെ സ്മൂത്തായി കൈകാര്യം ചെയ്യാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ് പങ്കുവയ്ക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ചർച്ച തുടങ്ങും. പ്രധാനപ്പെട്ട നേതാക്കൾ വന്നു തുടങ്ങി. നേരത്തെ പറഞ്ഞതുപോലെ അനൂപ് ജേക്കബ് എത്തി. അതുപോലെ കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ഭാഗമായി ജോസഫും അതുപോലെ മോൻസും എത്തി. മാണി സി കാപ്പനെത്തി. അല്പസമയം മുമ്പ് രാജൻ ബാബു വന്നു. അങ്ങനെ ഘടകകക്ഷി നേതാക്കൾ ഓരോരുത്തരായി ഇവിടെ കണ്ടോൺമെൻറ് ഹൗസിലേക്ക് വരികയാണ്. കൊച്ചിയിൽ നിന്ന് അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി V.D. സതീശനും ഇവിടേക്ക് എത്തിച്ചേർന്നത്. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും സമാന്തരമായി പുരോഗമിക്കുന്നുണ്ട്. വലിയ ജനക്കൂട്ടം തിരുവനന്തപുരത്ത് എത്തും എന്നാണ് സ്മൃതി പ്രതീക്ഷിക്കുന്നത്. വിജയ് ഉൾപ്പെടെയുള്ളവർ വരുന്നത് കൊണ്ട് തന്നെ വിജയ് ആരാധകർ വലിയ തോതിൽ നഗരത്തിലേക്ക് തമ്പടിക്കും എന്നൊരു കണക്കുകൂട്ടലാണ് പോലീസിനുള്ള. അതിനനുസരിച്ച് 1 ലക്ഷത്തോളം ആളുകളെ പ്രതീക്ഷിക്കുന്നു. അത് തന്നെയാണ് സ്മൃതി. കഴിഞ്ഞ 10 വർഷം ഭരണം ഉണ്ടായില്ല എന്നൊരു പ്രശ്നം അത് ഓരോ UDF പ്രവർത്തകൻ്റെ, സാധാരണ പ്രവർത്തകരുടെ മനസ്സിലുമുണ്ട്. അതുകൊണ്ട് കാസർഗോഡ് നിന്നടക്കം ഇപ്പോൾ തന്നെ സ്വന്തം വാഹനങ്ങളിലും കിട്ടുന്ന വാഹനങ്ങളിലും ഒന്നിച്ചും എല്ലാം തിരുവനന്തപുരത്തേക്ക് വരാൻ തയ്യാറായി ധാരാളം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് സ്മൃതി ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ നാളെ ഉച്ച മുതൽ തന്നെ നഗരം ഏതാണ്ട് നിറഞ്ഞു കവിയുന്ന രീതിയിലേക്ക് ആളുകൾ എത്താനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. പോലീസും അത്രയേറെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ എത്രമാത്രം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയും തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ആ സത്യപ്രതിജ്ഞയുടെ മാറ്റ് ഒട്ടും കുറയാത്ത രീതിയിലുള്ള ഒരു സീറ്റ് വിഭജനം അതുണ്ടാകും എന്നൊരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ക്യാമ്പിലുമുള്ളത്. പക്ഷേ അത് പറയുമ്പോഴും കോൺഗ്രസിൻ്റെ മന്ത്രിമാർ ആരൊക്കെ എന്നുള്ള ചർച്ച വളരെ സജീവമായി പുരോഗമിക്കുന്നു. ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തലയുടെ വീടും KC വേണുഗോപാലിൻ്റെ വീടും കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ചർച്ച നടക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ മന്ത്രിമാരാരാണ് എന്നതിൻ്റെ അവസാന പട്ടികയിലേക്ക് ഇതുവരെയും എത്തിയില്ല. സീനിയർ ആയിട്ടുള്ള പലർക്കും മാറി നിൽക്കേണ്ടി വരും. കാരണം KC വേണുഗോപാലും അതുപോലെ രമേശ് ചെന്നിത്തലയും കൈ കൊടുത്തുകൊണ്ട് ഇതിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പദം മാറ്റി നിർത്തി കഴിഞ്ഞാൽ V.D. സതീശൻ്റെ കൂടെ നിൽക്കുന്ന എത്ര ആളുകൾക്ക് മന്ത്രിയാകാൻ പറ്റും എന്നത് സംബന്ധിച്ചുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും കണ്ടോൺമെൻറ് ഹൗസിൽ നടക്കുന്നത് ഘടകകക്ഷികളുമായുള്ള ചർച്ചയാണ്. ഇന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാക്കും. നാളെ ഉച്ചയോടുകൂടി തന്നെ പട്ടിക ഗവർണർക്ക് കൈമാറും. മറ്റന്നാൾ രാവിലെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഒരു തർക്കവും പ്രശ്നവുമില്ലാത്ത രീതിയിൽ എല്ലാം പറഞ്ഞു തീർക്കാനുള്ള ഒരു സംവിധാനം UDF ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. സ്മൃതി, ശരി. പി സുനിലേക്ക് ഇപ്പോൾ KC RC പക്ഷങ്ങൾ ഒരുമിച്ചുകൊണ്ട് മന്ത്രിമാരെ തീരുമാനിക്കുന്ന രൂപത്തിലുള്ള ചർച്ചകൾ നടക്കാനിരിക്കുന്നു. രമേശ് ചെന്നിത്തല ഇപ്പോൾ കാണാൻ പോകുന്നു. KC വേണുഗോപാൽ എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ KC വിഭാഗം എങ്ങനെയാണ്, അല്ലെങ്കിൽ KC വേണുഗോപാൽ എങ്ങനെയാണ് ഈ മന്ത്രിമാരുടെ കാര്യത്തിൽ പിടിമുറുക്കുന്നതെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട
രണ്ടുപേർ ഒരുമിക്കുന്നു എന്ന രൂപത്തിൽ കൂടി അതിനെ കാണേണ്ടതുണ്ടോ? സ്മൃതി, പക്ഷം എന്നതിനപ്പുറം കെ.സി. വേണുഗോപാൽ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ആരൊക്കെ മന്ത്രിമാരാകണം എന്ന കാര്യത്തിൽ കെ.സി. വേണുഗോപാലിന് കൃത്യമായ റോൾ ഉണ്ടാകും എന്നതാണ്. അതിന് എ.ഐ.സി.സിയുടെ പിന്തുണയും ഉണ്ടാകും. മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകിയതുപോലെ മന്ത്രിമാരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച കെ.സി. വേണുഗോപാൽ വരുത്താനുള്ള സാധ്യതയില്ല. ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും ഒന്നിച്ചു നിൽക്കുമ്പോൾ തീർച്ചയായും കോൺഗ്രസിന് ലഭിക്കുന്ന ഈ 11 മന്ത്രിമാരിൽ ഭൂരിഭാഗം മന്ത്രിസ്ഥാനവും ഇവർക്ക് ഒപ്പം കൊണ്ടുവരാനുള്ള എല്ലാ നീക്കങ്ങളും ഉണ്ടാകും. അതിന് എ.ഐ.സി.സിയുടെ പിന്തുണയുണ്ടാകും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നത് കാത്തിരുന്ന് കാണണം. രാവിലെ ദിബാദാസ് മുൻഷി കെ.സി. വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാന നേതാക്കളെയൊക്കെ, തന്റെ പക്ഷത്തുള്ള പ്രധാന നേതാക്കളെയൊക്കെ മന്ത്രിമാരാക്കാനുള്ള ശക്തമായ നീക്കം കെ.സി. വേണുഗോപാൽ നടത്തും. അതേസമയം രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ പക്ഷം നിൽക്കുന്ന ചില നേതാക്കൾക്ക് വേണ്ടി ശക്തമായ വാദം മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായ വകുപ്പുകൾ ഉറപ്പുവരുത്താനുള്ള സാധ്യതയുണ്ട്. ആ നിലയിൽ ഈ മന്ത്രിസഭയിൽ കോൺഗ്രസിൽ നിന്ന് ആരൊക്കെ മന്ത്രിമാരാകുന്നു ആ മന്ത്രിമാരുടെ കാര്യത്തിൽ കൃത്യമായ തീരുമാനം അത് കെ.സി. വേണുഗോപാൽ കേന്ദ്രത്തിൽ നിന്ന് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുത്ത പോലെ മന്ത്രിമാരുടെ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാനുള്ള സാധ്യത കെ.സി. വേണുഗോപാൽ ഭാഗത്ത് നിന്ന് ഇല്ല എന്ന് തന്നെ പറയാം. അതിന് എ.ഐ.സി.സിയുടെ ഒരു പിന്തുണ വലിയ തോതിൽ കെ.സി. വേണുഗോപാലിന് കിട്ടും എന്നതും മന്ത്രിമാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ വളരെ നിർണായകമായിരിക്കും.